നേരിട്ട് പർച്ചേസിംഗ് ചെയ്യുമ്പോൾ വളരെയധികം ഗുണമുണ്ടെന്ന് സാർ പറയുകയുണ്ടായി. അതിൻ്റെ ബുദ്ധിമുട്ടുകൾ എന്തൊക്കെയാണ്? ശരിക്കും ട്രാവലിങ്ങിൻ്റെ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട്. ട്രാവലിങ്ങിലല്ല അല്ലാതെയും. അതുകൊണ്ടാണ് വലിയ വലിയ കമ്പനികളെല്ലാം ഏജൻറ്റുമാരെ വെക്കുന്നത്. നേരിട്ടാകുമ്പോഴത്തേക്ക് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് സെലക്ഷൻ ചെയ്യാം. ഇപ്പോൾ ഏജൻ്റ് ആകുമ്പോഴത്തേക്ക് ഏത് സാധനവും കയറ്റി വിടുന്ന ഒരു സമ്പ്രദായങ്ങളുണ്ടാവും. അപ്പോൾ ഡെഡ് സ്റ്റോക്ക് കൂടുതൽ വരാനുള്ള ചാൻസുകളുണ്ട്. ഇത് ഞങ്ങൾ ദുബായിൽ നിന്ന് നേരെ അഹമ്മദാബാദ് അല്ലെങ്കിൽ ഡൽഹി, ബോംബെ ഡയറക്റ്റ് അവിടെ ഇറങ്ങുക, പർച്ചേസ് ചെയ്യുക, വരിക. അപ്പോൾ അങ്ങനെയുള്ള ഒരു സിസ്റ്റമാണ് ഫോളോ ചെയ്യുന്നത്. ജർമ്മൻ നിർമ്മിതമായ പ്യൂരിറ്റി അനലൈസർ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഇത് ഉപഭോക്താക്കൾ എത്രമാത്രം ഉപയോഗപ്പെടുത്തുന്നുണ്ട്? ഒരുവിധം ഇവിടെ വരുന്ന എല്ലാ കസ്റ്റമറും അവരിട്ടിരിക്കുന്ന ഓർണമെന്റ്സ് ചെക്ക് ചെയ്യാറുണ്ട്. എവിടെ നിന്ന് വാങ്ങിച്ചാൽ എന്ന് വെച്ചാൽ അവർക്ക് വീണ്ടും ഒന്നുകൂടി ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി എല്ലാവരും ഇവിടെ വരുന്ന 99% കസ്റ്റമറും ജസ്റ്റ് വളയായിരുന്നാലും മാലയായിരുന്നാലും ഊരി അതിൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ബോധ്യമുണ്ട് എങ്കിൽ പോലും ഈ മെഷീൻ ഇങ്ങനെ ആറ്റെങ്കിൽ അല്ലെങ്കിൽ ഈ പ്രദേശത്ത് ഇല്ല. അതുകൊണ്ട് അവർ വീണ്ടും ഒരിക്കൽ കൂടെ ചെക്ക് ചെയ്യുന്നുണ്ട് പലരും. അതുപോലെ ഡിസൈനിങ് രംഗത്ത് വ്യത്യസ്തത നിലനിർത്തുന്നുണ്ടോ? ഡിസൈനും അതേപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറഞ്ഞാൽ ക്വാളിറ്റി തന്നെയാണ്. 916 എന്നാൽ ഗവൺമെൻറ് അംഗീകൃത ഹാൾമാർക്ക് 916 മാത്രമല്ല. എല്ലാ കസ്റ്റമറും വിചാരിക്കുന്ന 916 ഉണ്ടെങ്കിൽ അതല്ല. പ്യൂരിറ്റി എന്ന ഗവൺമെൻറ് അംഗീകരിച്ച ഹാൾമാർക്ക് മുദ്ര ഉണ്ടാവണം, BIS. അപ്പം അത് എല്ലാ കസ്റ്റമർക്കും അറിയില്ല. 916 എന്ന് പറയുന്ന ആർക്കും ചെയ്യാവുന്ന കാര്യമാണ്. അപ്പം ഞങ്ങൾ സപ്ലയേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചാലും നേരിട്ട് ഹാൾമാർക്കിംഗ് സെൻറ്ററിൽ കൊണ്ടുപോയിട്ട് ഞങ്ങളെ സാധനം ഹാൾമാർക്ക് ചെയ്യണേ. മേക്കേഴ്സ് ഗോൾഡ് ഞങ്ങളൊരിക്കലും അവർ ചെയ്തു കൊണ്ടുവരുന്ന സാധനം വാങ്ങിക്കാറില്ല. ഞങ്ങളെ പേരിൽ തന്നെ ചെയ്തു കൊണ്ടുവരും. പക്ഷെ അങ്ങനെയുള്ള സ്വർണം ഞങ്ങൾ വാങ്ങാറില്ല. ഞങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് സെലക്ഷൻ കഴിഞ്ഞ് ഞങ്ങൾ നേരിട്ട് ഹാൾമാർക്കിംഗ് സെൻറ്ററിൽ ഞങ്ങളെ ഇവിടുത്തെ സെയിൽസിലുള്ളവർ അല്ലെങ്കിൽ ആരെങ്കിലും കൊണ്ടുപോയി ഹോൾമാർക്ക് ചെയ്ത് തിരിച്ചു കൊണ്ടുവരികയാണ്. അത്രത്തോളം ഞങ്ങൾക്ക് പൂർണ്ണത വേണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞങ്ങൾ തയ്യാറല്ല എന്ന് വെച്ചാൽ. പക്ഷെ അതിൽ ഞങ്ങൾക്കൊരു കോസ്റ്റ് വരുന്നുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്താണ് ഹാൾമാർക്കിംഗ് സെൻറ്റർ, കൊണ്ടുപോകുക അതിൻ്റെ റിസ്ക്, തിരിച്ചു കൊണ്ടുവരുന്ന റിസ്ക് അല്ല വരും. പക്ഷേ ഇത് തന്നെ പിന്നെ ഇത് ചെയ്ത് കൊണ്ടുവരാൻ ആളുണ്ട്. ഈ ഓർണമെന്റ്സ് ഉണ്ടാക്കുന്നവർ തന്നെ ചെയ്ത് കൊണ്ടുതരും. പക്ഷെ ഞങ്ങളങ്ങനെ വാങ്ങാറില്ല. ചിലപ്പോൾ സ്വാധീനം എന്തെങ്കിലും രീതിയിൽ ചിലപ്പോൾ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുപോലും വരാതിരിക്കാൻ ഞങ്ങൾ നേരിട്ട് തന്നെ കൊണ്ടുപോയിട്ട് പ്യൂരിറ്റി ചെക്ക് ചെയ്ത് ഹാൾമാർക്കിംഗ് സെൻറ്ററിൽ ഞങ്ങൾ തന്നെ കൊണ്ടുപോയിട്ടാണ് കൊണ്ടുവരുന്നത്. ഇപ്പോൾ സ്വർണ്ണാഭരണങ്ങൾക്ക് വളരെയധികം വില വർദ്ധിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോൾ ക്രിസ്ത്യൻ ബ്രൈഡൊക്കെ ആണെങ്കിൽ ഒരു നല്ലൊരു വജ്രാഭരണം ഇട്ടാൽ തന്നെ ധാരാളമായി എന്നുള്ളൊരു ചിന്തയാണ്. വജ്രാഭരണങ്ങളുടെ പ്യൂരിറ്റിക്ക് വേണ്ടി VS ആണോ VVS ആണോ ഇവിടെ ഉപയോഗിക്കുന്നത്? ഡയമണ്ടിൽ ഞങ്ങൾ VVS ക്വാളിറ്റിയാണ് യൂസ് ചെയ്യുന്നത്. അത് സർട്ടിഫിക്കറ്റ് എല്ലാം സർട്ടിഫിക്കറ്റായിട്ടുള്ള ഡയമണ്ടാണ് ഇവിടെ കസ്റ്റമേഴ്സിന് കൊടുക്കുന്നത്. വാച്ചുകളുടെ ഒരു നീണ്ട നിര തന്നെ ഇവിടെ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്. ഉപഭോക്താക്കളുടെ പോക്കറ്റിന് ഇണങ്ങുന്ന രീതിയിലുള്ള ഒരു നിര തന്നെയാണോ ഇവിടെ ഉള്ളത്? എല്ലാ പ്രൈസിലുള്ള വാച്ചുകളും ഞങ്ങൾ സെലക്ഷനിലുണ്ട്. വെഡ്ഡിങ് സെൻറ്റർ എന്ന് പറയുമ്പോൾ എല്ലാം ആവശ്യമാണ്. അപ്പോൾ സ്വർണ്ണാഭരണം, വാച്ച്, അതേപോലെ വസ്ത്രങ്ങൾ എല്ലാം ഇവിടെ നിന്ന് തന്നെ കിട്ടണം, എടുക്കണമെന്നുള്ള ഒരു താല്പര്യം. കാഞ്ചീപുരം സാരികൾ വളരെയധികം വിലക്കുറവിൽ ഇവിടെ ലഭ്യമാകുമെന്ന് കേട്ടിട്ടുണ്ട്. അത് സാർ നേരിട്ട് പോയി പർച്ചേസ് ചെയ്യുന്നതിൻ്റെ കൊണ്ടുള്ള ഒരു ഗുണമാണോ ഇത്? കാഞ്ചീപുരം പട്ട് സാരി നേരിട്ട് കാഞ്ചീപുരത്ത് തന്നെ പോയി സൊസൈറ്റിയിൽ നിന്ന് വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് തന്നെ കാഞ്ചീപുരം പട്ടിൽ തന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനങ്ങളുമുണ്ട്. അപ്പോൾ അതിൽ ഗവൺമെൻറ് അംഗീകരിച്ച മുദ്രയുള്ള സാരികളാണ് ഞങ്ങൾ ഇവിടെ വിൽക്കുന്നത്. രണ്ട് പ്രൈസിലുള്ള സാധനങ്ങൾ ഞങ്ങളുടെ ഷോപ്പിൽ അവൈലബിൾ ആണ്. കുറഞ്ഞ കാണുമ്പോൾ രണ്ടും സെയിം ആയിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട്
രണ്ടും ചില കസ്റ്റമർ അപ്പോൾ വരുമ്പോഴത്തേക്ക് ഇത് കാണിച്ചു കൊടുക്കാനായിട്ട് അതിൻ്റെ അപ്പോൾ ഒറിജിനൽ സാധനം ഈ ഹോൾമാർക്കോട് കൂടി തന്നെ കസ്റ്റമർക്ക് കാണിച്ചു കൊടുക്കാറുണ്ട്. ഈ ആദിത്യ വെഡിങ് സെന്റർ എന്നൊരു പേര് എങ്ങനെയാണ് വന്നത്? ആദിത്യ എന്ന് പറയുന്നത് എൻ്റെ മകളുടെ പേരാണ്. ഭാര്യ, 4 മക്കൾ. മൂത്ത മകളാണ് ആദിത്യ, രണ്ടാമത്തെ മകൻ അർജുൻ കൃഷ്ണ, മൂന്നാമത്തെ മകൻ അഭയ് കൃഷ്ണ, മോള് ആര്യ. ഈ ഒരു ബിസിനസ്സിൽ ഫാമിലിയുടെ ഭാഗത്തു നിന്നുള്ളൊരു സപ്പോർട്ട് എത്രമാത്രമുണ്ട്? ഏറ്റവും കൂടുതൽ എൻ്റെ ബ്രദേഴ്സാണ്. എൻ്റെ 2 ജ്യേഷ്ഠന്മാരും എൻ്റെ അനിയനും എല്ലാവരും ഈ ഒരു ബിസിനസ് എല്ലാവരും ശരിക്കും ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരും പർച്ചേസിങ്ങിനും എല്ലാം വരും. ദുബായിൽ ഞങ്ങളെ കട നോക്കുന്ന എൻ്റെ 2 ബ്രദേഴ്സാണ്. ദുബായിൽ ഞങ്ങൾക്ക് കമ്പ്യൂട്ടർ ട്രേഡിംഗ്, കമ്പ്യൂട്ടർ റിപ്പയറിംഗ്, അതേപോലെ റീമാനുഫാക്ചറിങ് യൂണിറ്റ്, കാറ്ററേജ്, എല്ലാ ബ്രാൻഡ് കാറ്ററേജ്, HP, കാനൺ, സാംസങ്, ബ്രദേഴ്സ്, എല്ലാ കാറ്ററേജിൻ്റെയും റീമാനുഫാക്ചറിങ്, റീഫില്ലിംഗ് യൂണിറ്റ്. റാസൽഖൂർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻഡസ്ട്രിയൽ ലൈസൻസ് ഫാക്ടറി ആയിട്ടുണ്ട്, റീമാനുഫാക്ചറിങ് യൂണിറ്റ് ആയിട്ട്. അവിടെ 10-30 ആൾക്കാർ ഫാക്ടറിയിൽ തന്നെ ജോലി ചെയ്യുന്നുണ്ട്.